ഇവൻ എങ്ങനെ കൈകാര്യം ചെയ്താൽ പറ്റൂല. ഇവനെ ഈ മുള്ളുകൊണ്ട് എടുക്കുക എന്നുള്ള സ്ട്രാറ്റജി കൂടെ യൂസ് ചെയ്യണ്ട. ഇവൻ ഇങ്ങനെ വേണ്ട, ഇവനെ കൈകാര്യം ചെയ്യുന്നത് വേറെ രീതിയിലായ ചെയ്യാം എന്നുകൊണ്ട് ആദ്യം ഇവനോട് സൗഹൃദം കാണിക്കുന്നത് ഇവനൊന്ന് തളക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവനോട് സ്നേഹം കാണിക്കാനോ സൗഹൃദം ഉണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ അവനോട് സൗഹൃദം നടിച്ചു. അവമാശയൊക്കെ ആയിട്ട് അവനും തന്നെ എന്നോട് ഭയങ്കര സൗഹൃദം, ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ കയറി വരാം. അങ്ങനെ ആയതാണ്. അല്ലാതെ ഞാനൊന്ന് ഇത് എന്തെങ്കിലും കണ്ടിട്ടോ പ്ലാൻ ചെയ്തിട്ടോ ചെയ്തതല്ല. സ്നേഹം ഓട്ടോമാറ്റിക്കലി ഇവന്റെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി പൊളിക്കാൻ വേണ്ടിട്ട് പോയി. അങ്ങനെ അടുത്തറിഞ്ഞപ്പോ അവന് അങ്ങനെ സൗഹൃദത്തിലായി. നല്ല സൗഹൃദം. ഒരു ദിവസം 2-3 പ്രാവശ്യം അവനെ വിളിക്കും. എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ആദ്യം അവൻ എന്നെ വിളിച്ചറിയിക്കും. ഇതിപ്പോ ഏഷ്യാനെറ്റിന്റെ ഒരു ഇന്റർവ്യൂ അതില് ഷാനവാസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പാർട്ടായിട്ട് 2 പാർട്ടായിട്ട് ഇപ്പോൾ അത് ഏഷ്യാനെറ്റ് തന്നെ ഇപ്പോൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില് ഷാനവാസ് ബിഗ് ബോസ് സീസൺ 7 3rd പ്ലേസ് കിട്ടിയ ഷാനവാസ് കുറേയധികം കാര്യങ്ങൾ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അനീഷുമായിട്ട് ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ്. അതിൽ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അനീഷിനെ ഷാനവാസ് ആ ഒരു ഫ്രണ്ടാക്കി തിരഞ്ഞെടുത്ത ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഷാനവാസ് പറയുന്നുണ്ട്. അതായത് തുടക്കത്തിൽ അനീഷ് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടാർഗറ്റ് ചെയ്ത സമയത്ത് ആദ്യമൊക്കെ തന്നെ തിരിച്ചും നല്ല രീതിക്കുള്ള പ്രതികരണം ഷാനവാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു റൂട്ടിലല്ല വേറൊരു റൂട്ടിലോട്ടാണ് ഇവനെ കൊണ്ടുപോകേണ്ടത് എന്ന് മനസ്സിലാക്കിയ ഷാനവാസ് ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള തരത്തിൽ ഒരു ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു തരത്തിൽ അനീഷിനെ മാറ്റിയെടുക്കുന്ന തരത്തിലായിരുന്നു തുടക്കത്തിൽ ഷാനവാസ് ഉണ്ടാക്കിയ ഒരു പ്ലാൻ എന്നുള്ള തരത്തിൽ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തുടക്കത്തിൽ ഷാനവാസ് അനീഷിനെ റൂട്ട് മാറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തത്രപ്പാടിലായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഇവന്റെ സ്വഭാവം മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഷാനവാസ് ഇട്ട ഒരു പ്ലാൻ ആയിരുന്നു എന്നുള്ളത് ഷാനവാസിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ അത് പോകെ അതൊരു റിയൽ ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറുകയാണ്. അതായത് അനീഷിനെ കൂടുതൽ മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഒരു ജെനുവിൻ പേഴ്സൺ ആണ് എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും അത് പിന്നെ പയ്യെ ഒരു ഫ്രണ്ട്ഷിപ്പ് റിയൽ ഫ്രണ്ട്ഷിപ്പ് ഉടലെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു എന്നുള്ളത് ഷാനവാസ് തന്നെ തുറന്നടിച്ച് പറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ഷാനവാസ് പറഞ്ഞ മറ്റൊരു കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അതിൽ ശരിക്കും പറഞ്ഞ വിജയാവേണ്ടിയിരുന്നത് അനീഷായിരുന്നു, അനുമോളല്ല എന്നുള്ളത് ഷാനവാസിനെ തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഷാനവാസ് പ്രതീക്ഷിച്ചിരുന്നതും ആ ഒരു തരത്തിലായിരുന്നു. പക്ഷേ ലാസ്റ്റ് ചില സംഭവ വികാസങ്ങളൊക്കെ തന്നെ അനുമോൾക്ക് ചിലപ്പോൾ വോട്ട് കൂടാം, അല്ലെങ്കിൽ വേറൊരു തരത്തിലൊക്കെ ചില സംഭവ വികാസങ്ങളിലൂടെ ചിലപ്പോൾ അനുമോൾ വിജയിച്ച് കാണാം എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ഷാനവാസ് വ്യക്തമായി പറഞ്ഞ കാര്യം എന്നുള്ളത്. അതായത് അനീഷിന്റെ അത്ര ഗെയിം അനുമോൾ അതിനുള്ളിൽ പിടിച്ചിരുന്നില്ല എന്നുള്ളത് ഷാനവാസ് തന്നെ തുറന്നു പറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ വേറൊരു കാര്യം കൂടി ഷാനവാസ് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അനീഷിന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം അത് ഷാനവാസ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് അനീഷിന്റെ തൃശ്ശൂരിലെ വീട്ടിലേക്ക് ഷാനവാസ് പോകും എന്നുള്ളത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഷാനവാസ്. അതോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അനീഷുമായിട്ടുള്ള ആ ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് അത് എത്രത്തോളം അനീഷിന് ഷാനവാസിനോടുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു ഷാനവാസ് അതിനുള്ളിൽ തന്നെ പറഞ്ഞത്. അതായത് ദിവസവും 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം അനീഷ് ഷാനവാസിനെ വിളിക്കുമെന്നുള്ള തരത്തിലായിരുന്നു ഷാനവാസ് പറഞ്ഞത്. ഓരോ കാര്യങ്ങൾ പറയും, എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും അതെല്ലാം ഷാനവാസിനെ വിളിച്ച് അനീഷ് അറിയിക്കുമെന്നുള്ള തരത്തിൽ ഷാനവാസ് തന്നെ പറയും, തിരിച്ചും വിളിക്കുമെന്നുള്ള തരത്തിൽ ഷാനവാസ് പറയും. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അത്രത്തോളം അങ്ങ് അടുത്ത് കഴിഞ്ഞു പുറത്തിറങ്ങിയതിന് ശേഷം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. അത് തന്നെയാണ് ഷാനവാസ് ഇപ്പോൾ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അത് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് എടുത്ത് തെളിയിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഷാനവാസ് തന്നെ ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിൽ വ്യക്തമാക്കിയ കാര്യം എന്ന് പറയുന്നത്. അതായത് ഗെയിമിന്റെ ഭാഗമായിട്ട് പലതരത്തിലുമുള്ള കളികൾ അതിനുള്ളിൽ കളിച്ചിട്ടുണ്ട്. അതായത് ഫ്രണ്ട്ഷിപ്പ് ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ഗെയിം മറ്റൊരു ഭാഗത്ത്. പക്ഷേ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളിലുണ്ട്. അത് പക്ഷേ പുറത്തിറങ്ങിയതിനു ശേഷം പൂർണ്ണ തോതിൽ ഗെയിം എല്ലാം മാറി ഇനി കംപ്ലീറ്റ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് എത്രത്തോളമാണ് എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായി. അത് അനീഷിന് ഷാനവാസിനോടുള്ള ആ ഒരു ഇഷ്ടം എത്രത്തോളമാണ് എന്നുള്ളത് ഷാനവാസ് മനസ്സിലാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഷാനവാസിന് അനീഷിനോടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളമാണ് എന്നുള്ളത് അനീഷ് മനസ്സിലാക്കി. അത് അനീഷ് ഇന്നലെ ലൈവിൽ അനീഷ് തന്നെ വ്യക്തമാക്കിയ കാര്യത്തിന്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ ഉള്ളിൽ ഈ പറയുന്ന രീതിയിൽ ഈ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ വളരെ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഈ ഒരു ബിഗ് ബോസ് 7 ഈ ഒരു നല്ലൊരു പോസിറ്റീവ് കാര്യം നടന്നു കണ്ടതിൽ വളരെയേറെ സന്തോഷം. കാരണം കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സീസണായിട്ട് മാറിയ ഈ ഒരു സീസണിൽ സംഭവിച്ച ഒരു പോസിറ്റീവ് കാര്യം അത് ഇത് തന്നെയാണ്. അത് അതിനുള്ളിലും പുറത്തും അത് വളരെ ജെനുവിനായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും BB7 ഒരു നേട്ടമായി കാണും.